കുറെ അമ്പലം പണിയുക, കുറെ പള്ളികൾ പൊളിക്കുക, അത് പോരാണ്ട് കുറെ മതങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുക, അതും വെച്ചിട്ട് വോട്ടും പിടിച്ചിട്ട് തെണ്ടി നടക്കുക. 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിലോ പഠിക്കേണ്ട കുട്ടികൾ പഠിക്കാൻ പോവാതെ ഇവിടെ ഉരുളക്കിഴങ്ങ് വിൽപ്പന കേന്ദ്രങ്ങളിൽ എനിക്ക് പിന്നിൽ അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. 74% ജനങ്ങൾക്ക് മാത്രമേ ബീഹാറിൽ അക്ഷരാഭ്യാസമുള്ളൂ. ബാക്കി 26% സ്കൂളിൽ പോയ ആളുകളെല്ലാം ഇപ്പോഴും ആ അവസ്ഥയ്ക്ക് മാറ്റമില്ല എന്ന് കാണാം. വലിയ വികസനത്തെപ്പറ്റി, ക്ഷേത്രം ഉണ്ടാക്കുന്നതിനെ പറ്റി, പാലം ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ 10,000 രൂപ വീട്ടിലെ സ്ത്രീകൾക്ക് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മുടെ ഭരണാധികാരികൾ പറയുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല? വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ ബീഹാർ നേരിടുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്തുകൊണ്ട് ചർച്ചയാവുന്നില്ല? ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവിയും തൊഴിലുമല്ലേ യഥാർത്ഥത്തിൽ ചർച്ചയാവേണ്ടത് ഈ തിരഞ്ഞെടുപ്പിൽ? പക്ഷെ അതിനുമപ്പുറത്ത് മതവും ജാതിയും ചർച്ചയാവുന്നു ഇന്നാട്ടിൽ എന്ന് കാണാൻ കഴിയും. 2014 BJP സർക്കാർ വന്നതിനു ശേഷം ഇന്ന് വരെ 89,000 ഗവൺമെന്റ് സ്കൂളുകളാണ് അടച്ചിട്ടത്. 1 കോടിയിലധികം വിദ്യാർത്ഥികളാണ് സ്കൂൾ പഠനം നിർത്തിയത്. ഇതിനൊക്കെ കാരണം ആരാണ്? ഇവരെ കൊണ്ട് പറ്റാവുന്ന ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ കുറേ അമ്പലം പണിയുക, കുറേ പള്ളികൾ പൊളിക്കുക, അത് പോരാണ്ട് കുറേ മതങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുക, അതും വെച്ചിട്ട് വോട്ടും പിടിച്ചിട്ട് തെണ്ടി നടക്കുക. അല്ലാണ്ട് വേറെ എന്താ ചെയ്യണവര്? അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയാണിത്. എന്നിട്ട് അവരെ ചുക്കാൻ പിടിക്കാൻ കുറേ RSSന്റെ നേതാക്കളും കുറേ തെറി വിളിക്കാൻ കുറേ വ്യാജ അക്കൗണ്ടുകളും. ഇതല്ലാണ്ട് വേറെ എന്താ ചെയ്യണേ? പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? ദാരിദ്ര്യം, വിദ്യാഭ്യാസം, തൊഴിലില്ലായ്മ, ഇതില്ലാണ്ട് കുറേ അമ്പലം പണിതിട്ട് എന്ത് കാര്യമാണ്? ഇങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിനാണല്ലോ നമ്മുടെ നാടൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. പാവപ്പെട്ടവർക്ക് ഒന്നും നൽകാണ്ട് കുറേ അമ്പലം പണിതോണ്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം പാവങ്ങളെ നന്നാക്ക്, എന്നിട്ട് കുറേ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ പണിതിട്ട് ഗവൺമെൻറ്റിലിരിക്കുക. ഡെവലപ്മെൻറ്റ് ഇന്ത്യ അത്രേ.